6 പതിറ്റാണ്ടിലേറെ മധ്യപൂർവ്വ ഏഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി വ്യതിയാനങ്ങൾ നിശ്ചയിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഭൗതിക ശരീരം ഷിയാക്കളുടെ പുണ്യനഗരമായ മഷ്ഹദിലെ ഇമാം റിസ ദർഗയിൽ നിദ്രയിലാണ്ടു. 5 നഗരങ്ങളും ഇറാഖിലെ പുണ്യകേന്ദ്രങ്ങളും കടന്ന് 6 ദിവസം നീണ്ട വിലാപയാത്രകൾക്കൊടുവിലാണ് ജന്മനാട്ടിൽ ഖമേനിക്ക് അന്ത്യവിശ്രമം ഒരുക്കിയത്. എന്നാൽ പ്രിയ നേതാവിന് വിട ചൊല്ലുന്ന നിമിഷങ്ങളിലും ആശങ്കയുടെയും അനിശ്ചിതത്വത്തിന്റെയും പുകപടലങ്ങളിലാണ് ഇറാൻ. ഖമേനിയുടെ വേർപാട് സൃഷ്ടിച്ച രാഷ്ട്രീയ ശൂന്യതയ്ക്കൊപ്പം അമേരിക്കയുമായി വീണ്ടും ആളിക്കത്തുന്ന യുദ്ധസമാന സാഹചര്യവുമാണ് ഇറാന്റെ ഭാവി നിഴലിലാക്കുന്നത്. ഇറാന്റെ രണ്ടാമത്തെ വലിയ നഗരമായ മഷ്ഹദിലെ തെരുവുകളിലേക്ക് ജനസാഗരമാണ് ഒഴുകിയെത്തിയത്. ഇറാന്റെ പതാകകളും പ്രതികാരത്തിന്റെ പ്രതീകമായ ചുവന്ന കൊടികളും ഏന്തി ആയിരക്കണക്കിന് ആളുകൾ വിലാപയാത്രയെ അനുഗമിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ രോക്ഷം അണപൊട്ടിയൊഴുകി. നേതാവിന്റെ വേർപാട് ഞങ്ങൾക്ക് മാതാപിതാക്കളുടെ നഷ്ടത്തേക്കാൾ വലുതാണ്. ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും മരണം മാത്രമാണ് ഞങ്ങളുടെ വേദനയ്ക്ക് ആശ്വാസം നൽകുക എന്ന് കണ്ണീരണിഞ്ഞ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു. ടെഹ്റാനിൽ നിന്നും ഇറാഖിലെ നജഫ്, കർബല പുണ്യകേന്ദ്രങ്ങളിൽ നിന്നും റാലി നടത്തിയെത്തിച്ച ഖമേനിയുടെയും കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങൾ വഹിച്ച വിമാനം വ്യാഴാഴ്ച രാവിലെയോടെയാണ് മഷ്ഹദിൽ ഇറങ്ങിയത്. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട കൂറ്റൻ സ്വർണ്ണ താഴികക്കുടങ്ങളുള്ള ഇമാം റിസ മസ്ജിദ് സമുച്ചയത്തിലേക്ക് വിലാപവാഹന വ്യൂഹം എത്തുമ്പോൾ രാത്രിയായിരുന്നു. ഇറാന്റെ മണ്ണിൽ അടക്കം ചെയ്യപ്പെട്ട ഏക ഷിയ ഇമാമായ ഇമാം റിസായുടെ സമാധി കുടീരത്തിന് സമീപമാണ് ഖമേനിയും ഇനി വിശ്രമിക്കുക. ആയിരങ്ങൾ പങ്കെടുത്ത സംസ്കാര ചടങ്ങുകളിൽ ലോകം ഉറ്റുനോക്കിയത് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയുടെ സാന്നിധ്യമായിരുന്നു. എന്നാൽ 56-കാരനായ മുജ്തബ ചടങ്ങുകളിലൊന്നും പങ്കെടുത്തില്ല. ഫെബ്രുവരി 28-ന് നടന്ന ആക്രമണത്തിൽ മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതിനുശേഷം ഇയാൾ പൊതുവേദിയിൽ എത്തിയിട്ടില്ല. ടെഹ്റാനിലും ഖോമിലും നടന്ന ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്ന മുജ്തബ മഷ്ഹദിലെ അന്ത്യകർമ്മങ്ങളിലും പങ്കെടുത്തില്ലെന്നത് ഇറാന്റെ ആഭ്യന്തര സുരക്ഷയെയും നേതൃത്വ മാറ്റത്തെയും കുറിച്ച് വലിയ ചോദ്യചിഹ്നങ്ങളാണ് ഉയർത്തിയത്. ഖമേനിയുടെ സംസ്കാര ചടങ്ങ് നടക്കുന്നതിനിടെ ടെഹ്റാനിൽ നിന്ന് മഷ്ഹദിലേക്കുള്ള പ്രധാന റെയിൽവേ ലൈനിലെ 2 പാലങ്ങൾ അമേരിക്ക ബോംബെറിഞ്ഞ് തകർത്തതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ആരോപിച്ചു. സംസ്കാര ചടങ്ങുകളുടെ പ്രാധാന്യവും ജനപങ്കാളിത്തവും തണലാക്കാനുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. US-ഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖമേനിയും മകളും മരുമകനും കൊച്ചുമകളും കൊല്ലപ്പെട്ടത്. ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഒതുങ്ങില്ല എന്നതിന്റെ തെളിവാണ് വിലാപയാത്രയ്ക്കിടയിലും നടന്ന ബാഹ്യ ആക്രമണങ്ങൾ. 1989-ൽ ആയത്തുള്ള റൂഹുള്ള ഖമേനിയുടെ മരണശേഷമാണ് ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ 37 വർഷമായി ഇറാന്റെ സൈന്യത്തെയും രാഷ്ട്രീയത്തെയും ഒരേപോലെ നിയന്ത്രിച്ച ഭരണാധികാരി. രാജ്യത്തിനകത്തെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെയും ഭരണകൂട വിരുദ്ധ ശബ്ദങ്ങളെയും ക്രൂരമായി അടിച്ചമർത്തിയപ്പോഴും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കടുത്ത നിലപാടാണ് ഖമേനി സ്വീകരിച്ചത്. ഈ കടുപ്പക്കാരനായ നേതാവിന്റെ അഭാവം മേഖലയിൽ വലിയൊരു വിടവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഖമേനിയുടെ വിടവാങ്ങൽ ചടങ്ങുകൾ രാജ്യത്തിന്റെ ഐക്യവും ശക്തിയും വിളിച്ചോതുന്ന തരത്തിൽ കോറിയോഗ്രാഫ് ചെയ്യാനാണ് ഇറാനിയൻ ഭരണകൂടം ശ്രമിച്ചത്.